അച്ചൂടാ നോക്കിയടാ, അപ്പയ്ക്ക് വയസ്സായി. അപ്പയ്ക്ക് വയസ്സാകണ്ട. അപ്പയ്ക്ക് വയസ്സായി. ഉവ്വാവിയൊക്കെ വരുമ്പോൾ പൊന്നും അപ്പയെ നോക്കോ? അപ്പയ്ക്ക് വയസ്സാകണ്ട. ഇതൊരു ഗെയിമാണ്, കുഴപ്പമില്ല. അപ്പയ്ക്ക് വയസ്സാകത്തില്ല കേട്ടോ. പൊന്നുവിനെ അമ്മ കുളിക്കാൻ വിളിക്കുന്നു. ചെല്ല്, പോയി കുളിച്ചിട്ടോ കേട്ടോ. ദാ ആ പോൾസം പിന്നെയും വിളിച്ചായിരുന്നു. എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യെന്ന്. എന്നെ 2 തവണ വിളിച്ച്, ഞാൻ എടുക്കാൻ. നീ എടുക്കായിരുന്നു പോലെ എനിക്ക് പറ്റുമോ? അവരിത്രയും വിളിച്ചതല്ലേ, നീ അവിടെ വരെ ഒന്ന് ചെല്ലേ. നീ ഒരു ഡോക്ടർ ആയതുകൊണ്ടല്ലേ. ഇത്ര വിലയാണെന്നറിയോ അവർക്കൊക്കെ നിന്നെ. അമ്മ ആ പ്രായമായി കിടക്കുന്ന അമ്മച്ചെ ഞാൻ വീട്ടിൽ പോയി കണ്ടിട്ട് എന്ത് ചെയ്യാനാ? അവരോട് പറവല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ. എന്നാ നീ ചെന്ന് പറ. അത് പറയാൻ വേണ്ടി ഞാനിപ്പോൾ അവിടെ വരെ പോവാം. എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ നീ പോകണ്ട. നീ മുടങ്ങി പോകുന്നു. അമ്മേ അമ്മേ അമ്മ വീട്ടിൽ ബോധമില്ലാതെ കിടക്കുന്ന അമ്മച്ചെ ഞാൻ വീട്ടിൽ പോയി പൾസ് മാത്രം നോക്കിയിട്ട് എന്ത് കണ്ടുപിടിക്കാനാ? അമ്മ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് വല്ലതും ചെയ്ത് നോക്കണം. എടാ 90 വയസ്സുള്ള അമ്മച്ചിയല്ലേ, ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ പാടായിരിക്കും. പാടോ അമ്മ? അവർക്ക് കുറെ മക്കളൊക്കെ ഉള്ളതല്ലേ അമ്മേ. വയ്യാതെ കിടക്കുകയാണെങ്കിൽ എടുത്ത് വണ്ടി കയറ്റി കൊണ്ട് കൊണ്ടുപോകണം. ഇതിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടെ ചെന്നിട്ട് പറയണം ഈ അമ്മച്ചി ഇനി ആശുപത്രിയിലൊന്നും കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ലാന്ന്. ഇത് കേൾക്കാൻ വേണ്ടി ചുറ്റും അവിടെ കുറച്ച് ടീംസ് കാണും. ഇവർ പറയും കേട്ടല്ലോ ഡോക്ടർ പറഞ്ഞു ഇനി എങ്ങോട്ടും കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ലാന്ന്. അങ്ങനെ എന്തായതാന്ന് കണ്ടുപിടിക്കാണ്ട് അമ്മച്ചിയെ കുറച്ച് ദിവസം കൊണ്ട് മരിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടി. ഇതിന് നമ്മൾ കൂട്ടു നിൽക്കണം. ആരെങ്കിലും ചോദിച്ചാൽ പറയും ഡോക്ടർ വന്ന് വീട്ടിൽ വന്ന് കണ്ടായിരുന്നു ഒരു ഡയലോഗ് അങ്ങ് പറയും. ഇതല്ലേ സംഭവിക്കുന്നേ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നമുക്കൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ. നിനക്ക് പറ്റുമെങ്കിൽ അവിടം വരെ പോവുക. പിന്നെ ഞാൻ വയസ്സായി മരിക്കാറായി ഇങ്ങനെ ബോധം കെട്ട് കിടക്കുമ്പോൾ എന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയി നീ നരകിപ്പിക്കാൻ നോക്കണ്ട, പറഞ്ഞേക്കാം. എൻ്റെ അമ്മേ, ഞാൻ വൈകിട്ട് നടക്കാൻ ഇറങ്ങും, ഞാൻ പോയി കണ്ടോളാം. പിന്നെ വീട് കാണിച്ചു തരാൻ വേണ്ടി ആരോടെങ്കിലും മെയിൻ റോഡിൽ ഇറങ്ങി നിൽക്കാൻ പറയണം. നിന്റെ ഫോണിൽ മിസ് കോളില്ലേ, നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഇതെന്നെ സ്വഭാവം ഇത് ചുമ്മാ. ഒരാളെ വിടാന്ന് പറഞ്ഞിട്ട് വിട്ടില്ല. വിളിച്ചു നോക്കാം. ഡോക്ടറല്ലേ? വീട്ടിൽ നിന്നാണോ? അതെ, അമ്മച്ചിനെ നോക്കാൻ വന്നല്ലേ? അതെ. എന്നാ വായോ. അവിടെ പേരെന്താ? മരിയ. എന്നെ കണ്ടപ്പോ തന്നെ ഡോക്ടറാന്ന് മനസ്സിലായി അല്ലേ? അതാ പോക്കറ്റിൽ സ്റ്റെതസ്കോപ്പ് കിടക്കുന്നത് കണ്ടപ്പോ മനസ്സിലായി. അമ്മച്ചി തീരെ കിടപ്പായിട്ട് എത്ര ദിവസമായി? ഇങ്ങനെ ബോധം പോയ പോലെ ആയിട്ട് ഇപ്പോ 3-4 ദിവസമായി. 3-4 ദിവസം? നമ്മളിപ്പോ പിന്നെന്താ ആശുപത്രി കൊണ്ടുപോകാത്തെ? ആശുപത്രി കൊണ്ടുപോകാൻ പോലും വയ്യെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. അതെന്ത് വയ്യാഴിക? നമ്മള് തീരെ വയ്യാണ്ടാകുമ്പോഴല്ലേ ആശുപത്രി കൊണ്ടുപോകണ്ടേ? എൻ്റെ പൊന്നുമോളെ, ഞാനിപ്പോൾ അവിടെ വന്നിട്ട് പൾസ് പിടിച്ച് നോക്കിയിട്ടോ ഈ സാധനം വെച്ച് നോക്കിയിട്ടോ ഒന്നും അസുഖം എന്തോന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പൊ ഡോക്ടർ ഇപ്പൊ അവിടെ പോയിട്ട് എന്നാ പറയാൻ പോവാ? ഇനിയിപ്പോൾ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് നിങ്ങളുടെ വീട്ടുകാർക്കൊന്ന് കേൾക്കണം. അതേപോലെ തന്നെ ഒരു ഡോക്ടർ വന്ന് കണ്ടു നീ നാട്ടുകാരെയൊക്കെ ഒന്ന് ബോധിപ്പിക്കണം. ഇതിനുള്ള ഷോ അവിടെ ഇപ്പം നടക്കാൻ പോകുന്നത്. ഇപ്പൊ അവിടെ മെമ്പറൊക്കെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോ അമ്മച്ചിനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അമ്മച്ചിക്ക് ഒരു 3-4 ദിവസം കൂടി ജീവിക്കണമെന്നുണ്ട്. UK അമ്മച്ചിയുടെ കൊച്ചുമോ വരുന്നുണ്ട്. അമ്മച്ചി ഇതുവരെ കണ്ടിട്ടില്ല ഇതിനെ. അമ്മച്ചിയെ കാണാൻ വരുന്നതാണോ? അമ്മച്ചിനെ കാണാൻ വരുന്നൊന്നുമല്ല. ആൻറ്റിക്ക് എന്തോ ഫോണുമായിട്ട് വരുന്നതാണ്. അപ്പൊ വരുമ്പോ അമ്മച്ചിനെ കയറി കാണാതിരിക്കുകയല്ല. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. അവിടെ വന്നിട്ടേ അമ്മച്ചിക്ക് സോഡിയം കുറഞ്ഞതാ, ഹോസ്പിറ്റലിൽ കൊണ്ട് ഡ്രിപ്പ് ഇട്ടാൽ ശരിയാവുമെന്ന് പറയാം. മിക്കവാറും അത് തന്നെ ആയിരിക്കും കാര്യം. അത് മതി. അതാ വീട്. എന്നാ പിന്നെ ഡോക്ടർ അയക്കാം. അപ്പോൾ UK ആൾക്കാരെപ്പോൾ വരും അറിയില്ല, പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വന്നല്ലോ. ഡോക്ടർ നടന്നു വന്നോ? ഇത്ര വണ്ടി ഉണ്ടായിട്ട് നിങ്ങൾക്കൊരു വണ്ടി വിടായിരുന്നല്ലോ. അയ്യോ അത് കുഴപ്പമില്ല, ഞാൻ വൈകിട്ട് നടപ്പുള്ള. എന്നാൽ പോളിസോണ്ട് പറ, ഡോക്ടർ വന്നെന്ന് പറ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല, ഞാൻ പറയാം. നടക്കിറങ്ങിയപ്പോൾ കയറാമെന്ന് വിചാരിച്ചു. പോൾസാ, ഡോക്ടർ വന്നല്ലോ. ഡോക്ടറെ നന്ദിയുണ്ട് കേട്ടോ വന്നതിന്. അമ്മച്ചി അകത്തേ മുറിയില്ല. ഡോക്ടറെ അമ്മച്ചി ആ മുറിയില്ല. ഡോക്ടറെ മോളെ അകത്ത് തന്നെ ഡോക്ടർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. ഡോക്ടർ എന്നാ നോക്കിയോ ഡോക്ടറെ?
അതായത് അമ്മച്ചിയുടെ പൾസൊന്നും കുഴപ്പമില്ല, ചെസ്റ്റും ക്ലിയറാണ്. എനിക്ക് തോന്നുന്നു സോഡിയം കുറഞ്ഞു പോയതായിരിക്കും. നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സോഡിയം നോക്കിയിട്ടേ 2 ഡ്രിപ്പൊക്കെ ഇട്ടാൽ മിക്കവാറും അങ്ങ് ശരിയാവും. ഇനി ഡ്രിപ്പൊക്കെ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഡോക്ടറെ? അത് ഇട്ട് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല ബോൾസ്, എന്നാൽ നമുക്ക് സെൻറ് തോമസിലേക്ക് പോവാം. ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. ഇവന്മാർ മറ്റേടാ മാഫിയ. എന്ത് മാഫിയ? മെഡിക്കൽ മാഫിയ. ഡോക്ടറെ എനിക്കൊരു കാര്യം പറയാം. അല്ല ഡോക്ടറെ, എൻ്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന് നരയിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ ഡോക്ടറെ. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് എൻ്റെ വിഷമം ഡോക്ടർക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അത് മനസ്സിലായി. അല്ല ബോൾസാ, ഡോക്ടർ പറയുന്നേ നമുക്ക് ബാക്കി ആശുപത്രി ചെന്നിട്ട് വിഷമിക്കാമെന്നാ. അത് മതിയോ? തൽക്കാലം അത് മതി. വാ, ഡോക്ടറെ ആശുപത്രിക്ക് കൊണ്ടുപോവാം. എന്നാലേ പ്രൈവറ്റിലോട്ടൊന്നും കൊണ്ടുപോകണ്ട. ഞാൻ ജനറൽ ആശുപത്രിയിലെ ഫിസിഷ്യനെ വിളിച്ച് പറയാം. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയല്ലേ? ആയിക്കോട്ടെ. ഇത് മറ്റേതാടാ, എന്ത് സർക്കാർ മാഫിയ. അമ്മച്ചിയുടെ പേരെന്തായിരുന്നു? മറിയാമ. പള്ളി പേര് മരിയ. അത് ചോദിച്ചായിരുന്നു. പള്ളിപ്പേരെന്നാ? മരിയ. അവിടെ പേരെന്താ? ഞാൻ മരിയ. അമ്മച്ചിക്ക് ഒരു 3-4 ദിവസം കൂടി ജീവിക്കണമെന്നുണ്ട്. UK അമ്മച്ചിയുടെ കൊച്ചുമോ വരുന്നുണ്ട്.